Hello friends, welcome to a brand new video of Xplor. So, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് Flutter development tutorials ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റോ അല്ലെന്നുണ്ടെങ്കിൽ വെബ് ഡെവലപ്മെന്റോ ഗെയിം ഡെവലപ്മെന്റോ എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ഫീൽഡ് തന്നെയാണ് Flutter എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ Flutterൽ വന്നുകൊണ്ടിരിക്കുന്ന റീസെൻറ്റ് അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ്. കാരണം നമുക്ക് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം, സോഫ്റ്റ്വെയർസ് ഫോർ സിസ്റ്റംസ് ആൻഡ് ഈവൻ ഗെയിം ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ ഇൻ Flutter. അപ്പോൾ അത്രത്തോളം ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മെമ്പർ ആവുക അല്ലെന്നുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. സോ ഇന്ന് തൊട്ട് നമ്മളൊരു ഫ്ലട്ടർ ഡെവലപ്പർ ആവാൻ പോവുകയാണ്. ഇൻ അവർ റീസെൻറ്റ് വീഡിയോസ് ഞാൻ കുറച്ച് വീഡിയോസ് മുമ്പ് ചെയ്തതിനകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫ്ലട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഫ്രം ദിസ് വീഡിയോ അതിൽ നിന്നൊന്നും ബന്ധമില്ലാതെ പുതിയതായിട്ടുള്ള വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു ഫ്ലട്ടർ 3.0. ഓക്കെ, പുതിയ വെർഷനായിട്ടുള്ള 3.0 ആയിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും നമ്മൾ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി കാണുക. ആൻഡ് വിത്തിൻ 30 days I assure you can become a Flutter developer. ഓക്കെ, കാരണം അത്രത്തോളം ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഫ്ലട്ടർ എന്ന് പറയുന്നത്. വലിയ പ്രോഗ്രാമിംഗ് നോളജോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല നമുക്ക് ഫ്ലട്ടറിലേക്ക് വരുന്ന ടൈമിൽ. ബട്ട് നമുക്ക് പഠിക്കാനായിട്ടൊരു താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഫീൽഡ് യു ക്യാൻ ചൂസ്. ഓക്കെ, അപ്പോൾ ഒരു ആപ്പ് ഡെവലപ്പർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും പ്ലേ സ്റ്റോറിലൊക്കെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ആണ് പുതുതായിട്ട് വരുന്നത്. ഇനി അവർ ലോക്കൽ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും ചെറിയ ചെറിയ കടകൾക്കായി കഴിഞ്ഞാലും അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്സിനായി കഴിഞ്ഞാലും വെബ്സൈറ്റും ആപ്ലിക്കേഷൻസും ഒക്കെ ഇപ്പോൾ കോമൺ ആണ്, അല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെ ബന്ധപ്പെടാതെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ ആവശ്യമില്ലാതെ തന്നെ സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ശരിക്കും നമ്മളൊരു കോഡിങ്ങിലൂടെ തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, കംപ്ലീറ്റ് കോഡിങ്, പക്കാ കോഡിങ് വഴിയായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ഓൺ വിത്ത് മീ ആൻഡ് ഐ അഷ്വർ യു ദാറ്റ് we can be a Flutter developer as soon as possible. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അപ്ഡേറ്റ്സുകളും അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതിനുള്ള ആൻസേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഓൺ ടൈം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡിയും അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ നമ്പറും താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ രണ്ട് കമ്മ്യൂണിറ്റീസിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തായി കഴിഞ്ഞാലും പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ കാണുന്ന വീഡിയോസ് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോവുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് എത്രത്തോളം വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 30 day എന്ന് പറയുന്ന ഈ ഒരു സ്പാനിനകത്ത് വെച്ച് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ഡെവലപ്പറായിട്ട് മാറാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തേക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ആൻഡ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ള നോളജ്, അതേപോലെ ഇൻസ്റ്റാളേഷൻസ്, ഏതൊക്കെ സോഫ്റ്റ്വെയർസ്, അതേപോലെ തന്നെ SDK എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് 2 സെഷൻസിനകത്ത് വരിക. ദെൻ അതിനുശേഷം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സ് ഓഫ് ഫ്ലട്ടർ. ഫ്ലട്ടറിൻ്റെ ബേസിക്സിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ പിന്നീട് സംസാരിക്കുക. എന്താണ് ഫ്ലട്ടർ, എങ്ങനെയാണ് ഫ്ലട്ടർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലട്ടർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഫ്ലട്ടർ കൊണ്ടുള്ള യൂസേഴ്സ്, ബെനിഫിറ്റ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ദെൻ ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കോഡിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു വട്ടം ചെയ്ത് അങ്ങ് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എറേഴ്സ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ആ എറേഴ്സിനെ ക്ലാരിഫൈ ചെയ്യാനായിട്ടും അതിനെ എങ്ങനെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് ആ എറർ എല്ലാത്തിനെയും സോർട്ട് ഔട്ട് ചെയ്തിട്ട് നല്ല രീതിക്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡീബഗ്ഗിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡീബഗ്ഗിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ലെവൽ ഡീബഗ്ഗിങ്ങിലല്ല, നമ്മൾ ചെറുതായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഓരോ എറേഴ്സിനെയും ക്ലാരിഫൈ ചെയ്യാനുള്ള രീതികൾ നമ്മൾ അതിനകത്ത് പറഞ്ഞു പോകുന്നതായിരിക്കും. ദെൻ കമ്മിങ് ടു വിഡ്ജറ്റ്സ് ആൻഡ് സ്റ്റൈലിംഗ്. ഓക്കെ, വിഡ്ജറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ കൂടുതൽ മനസ്സിലാവും. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, ഫ്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വിഡ്ജറ്റ്സ് ആണ്. ഓക്കെ, ആ ഒരു വിഡ്ജറ്റ്സ് വെച്ചിട്ട് ബിൽഡ് ചെയ്ത് വന്നേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയൊക്കെ നമുക്കിപ്പോൾ ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഓരോ
വേർഡുകളും അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഓരോ ടെക്സ്റ്റുകളും നമുക്ക് പറയുന്ന രീതിയിൽ ഒരു വിഡ്ജറ്റായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിംഗ് ലോജിക്കുകളായാലും അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു സ്ക്രീനിലേക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം, ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ ഒരു ഫണ്ടമെൻറ്റൽസിനകത്ത് ചർച്ച ചെയ്യും. ദെൻ ആപ്പ് ലോജിക്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്കിപ്പോൾ 1+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കിപ്പോൾ ഒരു കാൽക്കുലേറ്ററാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് തരിക എന്നുള്ളത് ആ ഒരു ലോജിക്ക് നമ്മൾ അതിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മളത് കമ്പ്യൂട്ടറിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്ത് അതിന് വെച്ചിട്ടൊരു ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്ത് ആ ആപ്ലിക്കേഷനിലൂടെ നമുക്കത് കിട്ടുന്നു. ഓക്കെ, സിമ്പിളാണ്. ദെൻ റെസ്പോൺസീവ് ആൻഡ് അഡാപ്റ്റീവ് യൂസ്. ഓക്കെ, റെസ്പോൺസീവ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഫോണിന് വേണ്ടിയിട്ട് മാത്രം, ഇപ്പോൾ ഒരു 6.1 ഇഞ്ച് സ്ക്രീനുള്ള ഒരു ഫോണാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ മൊബൈൽ ഫോൺസ് അവൈലബിൾ ആണ് ആൻഡ് ഇൻ വേരിയിങ് സ്ക്രീൻ സൈസ്. ഓക്കെ, 6.1 ആയി കഴിഞ്ഞാലും 5.5 ആയി കഴിഞ്ഞാലും 6.7 ആയി കഴിഞ്ഞാലും, അപ്പോൾ എല്ലാ ഫോണിലും എടുത്തു കഴിഞ്ഞാലും ഒരേപോലെ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് നമ്മുടെ UIs കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റെസ്പോൺസീവ് ആൻഡ് അഡാപ്റ്റീവ് യൂസ്. അതെങ്ങനെ ചെയ്യും എന്നുള്ളതും എങ്ങനെയാണ് അത് നമ്മുടെ ഡിവൈസസിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതേപോലെ തന്നെ എത്രത്തോളം നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഡിസൈൻസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുമായിരിക്കും നമ്മൾ ആ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ഫ്ലട്ടർ ഇൻറ്റേർണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലട്ടറിൻ്റെ SDK കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഫ്ലട്ടർ ഇൻറ്റേർണൽസ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് സെഷൻ, നാവിഗേഷൻ ആൻഡ് മൾട്ടിപ്പിൾ സ്ക്രീൻസ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സ്ക്രീൻ ആയിരിക്കത്തില്ല ഉണ്ടാവുക. ഇപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലോഗിൻ സ്ക്രീൻ ഉണ്ടാവും. ലോഗിൻ സ്ക്രീനിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കയറി പോകാനായിട്ടൊരു ഹോം സ്ക്രീൻ ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു OTP സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല സ്ക്രീൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ സ്ക്രീൻസ് എങ്ങനെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതുമായിരിക്കും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദെൻ അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെക്ഷനാണ്. ആ ഒരു സെക്ഷൻ നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ദെൻ യൂസർ ഇൻപുട്സ് ആൻഡ് ഫോംസ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ലോഗിൻ പേജ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യൂസർ നെയിം എൻ്റർ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഓരോ ഫീൽഡുകൾ കൊടുക്കേണ്ടി വരും, അതിനെ വാലിഡേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെയാണ് നമ്മൾ ആ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ യൂസർ ഓതൻറ്റിക്കേഷൻ, നമുക്കിപ്പോൾ OTP വരുന്നത് എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അത് ക്ലിയർ ചെയ്തതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ ഡേറ്റ അത് വെരിഫൈ ചെയ്തതിന് ശേഷം ആക്സസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ യൂസർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന പോർഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ ഫയർ ബേസ് എന്താണെന്നുള്ളത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ വളരെ ക്ലിയർ ആയിട്ടും ക്ലീൻ ആയിട്ടും പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഫയർ ബേസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ OTP അല്ലെന്നുണ്ടെങ്കിൽ മെസ്സേജ് സ്റ്റോറേജ് അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട്, ചെറുതല്ല അത്യാവശ്യം വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഫയർ ബേസ് എന്ന് പറയുന്നത്. ദെൻ ആനിമേഷൻ, നമുക്കൊരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് കൂടുതൽ ഇഷ്ടം തോന്നണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ യൂസറിൻ്റെ സൈഡിലൊരു യൂസർ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആനിമേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആനിമേഷൻസ്, നമുക്ക് എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ആനിമേഷൻസ് പേജ് ട്രാൻസാക്ഷൻ ആയി കഴിഞ്ഞാലും ഓരോ വിഡ്ജറ്റ്സിനെ കോൾ ചെയ്യുന്ന ടൈമിലായി കഴിഞ്ഞാലും എങ്ങനെ ആനിമേഷൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. ദെൻ നേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ദ ഡിവൈസ്, അതായത് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ യൂസ് ചെയ്യാനായിട്ടോ ഇനി ബയോമെട്രിക് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻസിനകത്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും നേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഡിവൈസ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ പഠിക്കുക. ഇതിനെല്ലാത്തിനും ശേഷം API ഇൻ്റഗ്രേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെർവറിനകത്തേക്ക് നമ്മുടെ ഡേറ്റാസ് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കൊടുക്കുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ നമുക്കൊരു ബാക്കെൻഡുമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും നമ്മൾ ആ ഒരു സെക്ഷനിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്, അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ടും പഠിക്കാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു പേപ്പറും പേനയും ഒക്കെ എടുക്കുക. നമ്മുടെ കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. അതിന് നമുക്ക് മിനിമം ഒരു 8 GB റാം എങ്കിലും വേണം. ആൻഡ് ഈവൻ 8 കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്തെടുക്കാനായിട്ട് ആപ്ലിക്കേഷനൊക്കെ റൺ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, നല്ല ടൈം എടുക്കും, നല്ല ലാഗ് ഉണ്ടാവും. അതുകൊണ്ട് മിനിമം 8 GB ആണ് പ്രിഫറബിൾ.
ദെൻ പ്രൊസസ്സർ എന്ന് പറയുമ്പോഴത്തേക്ക് i3 6th ജനറേഷൻ ക്വാഡ് കോറിന് മേലോട്ടുള്ള ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നല്ല സ്ലോ ആവും, നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ദേഷ്യം വരും. കാരണം ബിൽഡ് ചെയ്തൊക്കെ നമുക്കൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് വരാനായിട്ട് 15-20 മിനിറ്റൊക്കെ ചിലപ്പോൾ എടുത്തുന്നിരിക്കാം. ഓക്കെ, അതുകൊണ്ട് i3 6th ജനറേഷന് മുകളിലോട്ടുള്ളത് അതേപോലെ തന്നെ ക്വാഡ് കോർ തന്നെ മാക്സിമം ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ദെൻ സ്പേസ് നമുക്ക് മിനിമം ഒരു 50 GB എങ്കിലും വേണ്ടി വരും. 50 GB എന്ന് പറയുന്നത് മിനിമം സ്പേസ് ആണ് കേട്ടോ. ആ ഒരു സ്പേസിനകത്ത് നിന്നുകൊണ്ട് നമുക്കൊരു പ്രൊജക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് പ്രൊജക്റ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് സൈസും കൂടി വരും. അതുകൊണ്ട് ഒരു 100 to 250 ഒക്കെ പ്രിഫറബിൾ ആണ്. എന്നാലും മിനിമം ഒരു 50 GB എങ്കിലും നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സിൻ്റെ ഭാഗമാവാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് തിങ് റാം ഇമ്പോർട്ടൻ്റ് ആണ്, സെക്കൻഡ് പ്രൊസസ്സർ ആൻഡ് ദെൻ സ്പേസ്. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പെയർ ഫോൺ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഫോണിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് റൺ ചെയ്യാനായിട്ട് പറ്റും ആപ്ലിക്കേഷൻസ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിന് കൊടുക്കുന്ന ലോഡ് നമുക്ക് എമുലേറ്റർ വഴി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നതിൻ്റെ ആ ഒരു ലോഡ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് 4 GB ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എമുലേറ്റർ വഴി നിങ്ങൾക്ക് റൺ ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ റൺ ചെയ്ത് പോയിട്ട് നല്ല രീതിക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് നമ്മൾ എന്തായാലും കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഓരോ ടോപ്പിക്കുകളും കംപ്ലീറ്റ്ലി പറഞ്ഞായിരിക്കും പോവുക. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് വി വിൽ ബി സീയിങ് യു സൂൺ. ബൈ.